ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല മഞ്ഞുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടാവും കേട്ടോ. 7:30 ആയപ്പം ഞാൻ വെറുതെ ടെറസിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ എണീറ്റാൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ടെറസിലേക്കൊക്കെ വരും. ഭയങ്കര തണുപ്പുള്ളപ്പം വരാറില്ല കേട്ടോ. അപ്പോൾ അതാ ഒരു ചേച്ചിയുണ്ട് സൈക്കിളൊക്കെ ഓടിച്ചിട്ട് പോകുന്നു കേട്ടോ റോട്ടിലൂടെ. രാവിലെ ഈ സമയത്തൊക്കെ ഒന്നും ഒരു തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും റോട്ടിലൊക്കെ. ഞാൻ ഏട്ടനൊരു 11:30 ആകുമ്പം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ ബസ് വരുവേ. ആ ബസ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പം ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഇനി രാവിലത്തെ ചായേൻ്റെ പരിപാടിയൊക്കെ നോക്കണം. ഏട്ടനൊരു 8:30 ആകുമ്പോഴേക്ക് പോവും. 8:30 ആകുമ്പോഴേക്ക് എനിക്ക് ചായയും കറിയും എല്ലാം ആക്കി വെക്കണം. പിന്നെ അവൾ എണീക്കുമ്പോഴേക്ക് വേറെ ചോറിൻ്റെയൊക്കെ കുറച്ച് പണി ഒതുക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊന്ന് കറി വെക്കണം. ഇന്നലെ ഞങ്ങൾ മലയാളി സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു പത്തനംതിട്ടയുള്ള ആളാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. ഇവിടെ 5-6 മലയാളി സ്റ്റോറുണ്ട് ഇവിടെ അടുത്തുള്ളത്. അവിടെ പോയിട്ട് ഞങ്ങൾ പുട്ടുപൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയുള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഉണക്ക ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പുട്ടൊന്ന് നനച്ച് വെക്കുകയാണ്. ഈ ഒരു ഇങ്ങനത്തെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടി ആകുമ്പം കുറച്ച് സമയം അത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെക്കാറുണ്ട്. ചൂട് വെള്ളമൊന്നുമല്ല, പച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ടാട്ടോ വെക്കാറ്. ഈ ഒരു അജ്മീൻ്റെ പുട്ടുപൊടിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ മറ്റേ വീട്ടിൽ നിന്നൊക്കെ പൊടിച്ചുകൊണ്ടിരുന്ന പുട്ടുപൊടി ആണെങ്കിൽ പുട്ടുണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ രാവിലെ നമ്മൾ ഉണ്ടാക്കി ഒരു 10-11 മണിയാകുമ്പോഴേക്ക് തന്നെ ബാക്കി പുട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടുണ്ട്. ഇതാകുമ്പോൾ വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതേപോലെ ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളവും ചേർത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ആണ് പുട്ട് ചൂടുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ കുഴച്ച പുട്ടുപൊടീൻ്റെ അകത്തേക്ക് ഇടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏട്ടനിങ്ങനെ അധികം തേങ്ങ മുകളിലിട്ടിട്ടുള്ള പുട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് തേങ്ങ പുട്ടുപൊടീൻ്റെ അകത്ത് ഇടും. അപ്പോൾ നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെറിയ പുട്ട് ചൂടില്ല. 3 വലിയ പുട്ട് ചൂടുമ്പം 2 തിന്നും, അല്ലെങ്കിൽ തീരെ തിന്നാണ്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് വിശക്ക് ഒരു 10-11 മണിയാകുമ്പോൾ എന്നെ വിളിച്ച് പറയും എനിക്ക് വിശക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പം ഞാൻ വലിയ പുട്ട് ചൂടാന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ഞാൻ അധികവും ചെറുപയറും ചോറൊക്കെ ഇട്ടിട്ട് ഒരു കഞ്ഞിവിലൊക്കെ ആയി കൊടുത്ത് അധികം വിശക്കത്തില്ല. പിന്നെ മുത്താറി കാച്ചി കൊടുക്കും, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഈ ഒരു പുട്ടുപൊടീൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെന്താ, ആർക്കെങ്കിലും എൻ്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾക്ക് ഫെബ്രുവരിയിൽ നാട്ടിൽ പോകണം. നാട്ടിൽ പോയിട്ട് വേണം ഇവളെ അരിയിൽ എഴുതിക്കാൻ കൊണ്ടുപോയി. മൂകാംബിക എല്ലാ സമയത്തും അരിയിൽ എഴുതിക്കാറുണ്ട് എന്ന് പറയുന്നത് കേട്ട്. അപ്പം അവിടെ പോയിട്ട് അരിയിൽ എഴുതിച്ചിട്ട് വേണം ഇവളെ എവിടെയെങ്കിലും ഒരു പ്ലേ സ്കൂൾ വിടാൻ. എന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു ജോലി ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. നടക്കുമോ എന്നൊന്നും അറിയില്ല. ഞാൻ നമ്മളെ എൻട്രി ആപ്പിൽ PSCൻ്റെ അത് നോക്കാമെന്നാണ് വിചാരിച്ചത്. PSC നല്ലോണം അത്യാവശ്യം GK ഒക്കെ നല്ലോണം ഞാൻ പഠിച്ച് വരുമ്പോഴേക്കായിരുന്നു ഒക്കെ പോയത്. ഇനിയിപ്പോൾ ആദ്യം എല്ലാം പഠിച്ചിട്ട് വരണം. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ ഗ്രീൻ പീസ് കറീൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ ഒരു തേങ്ങേൻ്റെ അകത്ത് തേങ്ങ നമ്മൾ അരയ്ക്കുമ്പം കഷ്ണം പട്ടയും കൂടെ ഇടുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറിയൊരു കഷ്ണം മതി, അധികമൊന്നും വേണ്ട. ചെറിയൊരു കഷ്ണം പട്ട നമ്മൾ ഈ അരയ്ക്കുന്നതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കറിക്ക് നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കഷ്ണം പട്ട ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുട്ടിവിടെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ എണീച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 19 ഡിഗ്രി ആയിരുന്നു കേട്ടോ തണുപ്പ്. ഭയങ്കര തണുപ്പൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഏട്ടന് ഇത്തിരി തണുപ്പ് മതി, ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. അപ്പം ചൂടുവെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു മറ്റേ ഈസി കുക്കുണ്ട്, അതിൽ ഞാൻ ചൂടുവെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പുട്ടിവിടെ നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെയുള്ള പണി എന്ന് പറയുന്നത് ചോറ് വെക്കണം, ചോറിന് കറി വെക്കണം. ഇവിടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാം, മീനെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഇവിടെ വന്നാൽ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എന്നാ കറി വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ രാവിലെ എന്താ കറി വയ്ക്കുക. ഞാൻ വീട്ടിൽ ആവുന്ന സമയത്ത് കറീൻ്റെ ഒന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല എന്താ കറി വയ്ക്കുന്നതെന്ന്. അമ്മ ഉണ്ടാക്കി വയ്ക്കുക, ഞാനെടുത്തത് ഒന്നും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാ ഇവളെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവളൊന്ന് കിടക്കയിൽ ഒന്നും കൂടെ കിടത്തി കുറച്ചും കൂടെ സമയം ഒന്ന് ഉറക്കണം. क्या चाहिए? ओ ओ क्या चाहिए?
അമ്മച്ചി. ഓക്കെ, ഇവർക്ക് അത്യാവശ്യം നല്ലോണം ഹിന്ദി അറിയാം കേട്ടോ. ഹിന്ദിയും മറാത്തിയും അറിയാം. പിന്നെ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, അപ്പുറം 2 കുട്ടികളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് മറാത്തിയും പഠിച്ചിട്ടുണ്ട്, ഹിന്ദിയും പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം, എന്നെക്കാട്ടും കൂടുതലായിട്ട് അറിയാം. ഈ ഒരു പൊട്ട് കുറ്റിയുടെ സ്ക്രൂ എവിടെയോ കളഞ്ഞു പോയിട്ട്, അപ്പോൾ ഞാനൊരു ആണി ഇട്ടിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടിട്ട് ഏട്ടൻ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനുള്ള ചായയാണ് കേട്ടോ. ചായ കൊടുത്ത് ഏട്ടൻ അത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾ കരയുന്നുണ്ട്. പിന്നെ ഏട്ടൻ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയായി. ഇപ്പം പോയി ഇപ്പം രാത്രിയാവും വരാൻ. അതുവരെ നമ്മളിവിടുന്ന് എങ്ങനെയൊക്കെയോ സമയം അങ്ങ് പോക്കും. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി എന്ന് പറയുന്നത് ഈ ഒരു ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഒക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ഏട്ടന് യൂണിറ്റിൽ നിന്ന് ഒരു സ്ലീപ്പിംഗ് ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു സ്ലീപ്പിംഗ് ബാഗിലായിട്ട് ഞാൻ ഉറങ്ങാറ്. എനിക്ക് ഭയങ്കര തണുപ്പ് വരുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറി സിബിട്ടാൻ ഉറങ്ങും. പിന്നെ ഞാൻ ഒന്നും ചിന്തിക്കില്ല. അപ്പോൾ അതിലാണ് ഞാൻ ഉറങ്ങാൻ. അതുകൊണ്ട് അത് പുറത്തൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ച് പിന്നെ അവളെ കൂടെ കുറച്ച് കളിച്ച് പിന്നെ ഞാനും അവളും ഇവിടെ പല്ല് തേച്ച് ചായ കുടിക്കേണ്ട തയ്യാറെടുപ്പാണ് കേട്ടോ. ചായ അധികം അങ്ങനെ ഓക്ക് ഞാൻ തീരെ കൊടുക്കില്ല. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും. രാവിലെ തന്നെ പാല് കിട്ടില്ല. പാല് കൊണ്ടുവരണമെങ്കിൽ ഒരു 10-11 മണിയൊക്കെ ആവും. അപ്പോൾ ചില ദിവസമൊക്കെ കട്ടൻ ചായ വെക്കും, ചില ദിവസം പച്ചവെള്ളം കുടിക്കും. ചായ കഴിക്കാറില്ല അധികം. ഒക്കെ ഞാൻ തീരെ ചായ കൊടുത്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇനിയിപ്പം പച്ചക്കായിൻ്റെ കറി വയ്ക്കുക, പയറിൻ്റെ ഉപ്പേരി വയ്ക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇന്നലെ ഈ മലയാളി പീടികയിൽ പോയപ്പം കൊണ്ടാട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ആക്കി ഏട്ടന് ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്നത്. എന്നാൽ കറി വയ്ക്കുക. ചില ദിവസം ഞാൻ ഒരാഴ്ചയിൽ 4 ദിവസമൊക്കെ ഞാൻ ദാൽ വയ്ക്കും. ഞാനിപ്പം ഈ ഒരു കഴിഞ്ഞൊരു മാസം കൊണ്ട് ദാൽ വയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഹിന്ദിക്കാരത്തി ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ട് പഠിച്ചതാണ്. എനിക്ക് ദാൽ വയ്ക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ദാൽ ആദ്യം എനിക്ക് പരിപ്പ് കറി എന്ന് പറയുന്നതേ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ആണെങ്കിൽ ഇത് വെച്ച് കൂട്ടി അതിൻ്റെ കൂടെ തൈരോ അല്ലെങ്കിൽ രസമൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ് ദാൽ. അതുകൊണ്ട് ഞാൻ ഡെയിലി ദാലിങ്ങ് വയ്ക്കും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.